കടൽമണൽ ഖനനത്തിനെതിരെ കടലോര ജനജാഗ്രതാ സമിതി പ്രതിഷേധം ശക്തമാകുന്നു. അപ്പോൾ നമ്മുടെ നാടിന്റെ കടലിന്റെ ആവാസ വ്യവസ്ഥ മത്സ്യമേഖലയെ ഇല്ലാതാക്കാൻ എല്ലാവരും ചേർന്ന് പാവപ്പെട്ടവന്റെ കുത്തിരി പിടിച്ച് അവന്റെ പള്ളക്കിട്ട് കുത്തി പട്ടിണിയിലാക്കുന്ന പരിപാടിയാണ് ഇവിടെയുള്ള ഭരിക്കുന്നവരും ഭരണകക്ഷികളും അനുകൂലപ്പെട്ടവരെല്ലാം ചെയ്യുക. എല്ലാം ഒന്നും അറിഞ്ഞില്ല എന്നാലും നടിക്കേണ്ട കാര്യമില്ല. തീരദേശത്തെ കുത്തുവാള എടുപ്പിക്കുക എന്നുള്ളൊരു പോളിസിയാണ്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളി മീൻ പിടിച്ചു വരുമ്പോൾ അവന്റെ കമ്മീഷൻ അതിൻ്റെ എല്ലാം കേന്ദ്ര സർക്കാരിനും കേരള സർക്കാർ ലഭിക്കുന്നുണ്ട്. അവൻ അനുകൂലമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പഠിക്കേണ്ടതാണെന്നുള്ളതാണ്. കടൽ മണൽ ഖനനം തീരദേശത്തെ സാരമായി ബാധിക്കുന്ന ഒരു സാമൂഹ്യ വിപത്താണ്. ഇന്ന് രൂപത കടലോര ജാഗ്രതാ സമിതി നടത്തുന്ന പ്രതിഷേധ ബോധന യാത്രയ്ക്ക് ആശംസ അർപ്പിക്കുകയാണ്. ഫോർട്ട് കൊച്ചി മുതൽ അമ്പലപ്പുഴ വരെയുള്ള തീരദേശത്തെ ജനങ്ങളെ ഈ കടൽ മണൽ ഖനനത്തിന് രൂക്ഷമായ പ്രശ്നങ്ങളെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഈ ജാഗ്രതാ സമിതി ചെയ്യുക. രൂപത KLC സമിതിയാണ് ഇതിന്റെ മുന്നിൽ വന്നിരിക്കുക. കടൽ മണൽ ഖനനം മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, രൂക്ഷമായിട്ട് ബാധിക്കുന്നവരെയാണ്. ഇപ്പോൾ മത്സ്യലഭ്യത കുറഞ്ഞിരിക്കുകയാണ്. കടലിൽ നിന്ന് ഈ കടൽ മണൽ ഖനനം കൂടി വരുന്ന രൂക്ഷമാകുന്ന സമയത്ത് മത്സ്യത്തിന്റെ ആവാസ വ്യവസ്ഥ തന്നെ പോകുന്നു. ഖനനത്തിന് എതിരെയുള്ള തീരദേശ ബോധന യാത്രയിലൂടെ ഫോർട്ട് കൊച്ചി മുതൽ അമ്പലപ്പുഴ വരെ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കടൽമണൽ ഖനനം തീരദേശ ജനതയുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നമായി കാണേണ്ടത് തന്നെയാണെന്ന സന്ദേശമാണ് ഈ ബോധന യാത്രയിലൂടെ നൽകുന്നത്.